ഹായ്, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഞാൻ ഇനി പറയാൻ പോകുന്ന 9 തരക്കാർക്ക് നിങ്ങൾ ഒരിക്കലും പണം കടം കൊടുത്തേക്കരുത്, അല്ലെങ്കിൽ അവരുടെ കൈവശം പണം കൊടുക്കരുത്. മിക്കവാറും നിങ്ങൾക്കത് തിരിച്ച് കിട്ടുകയില്ല. നിങ്ങൾ അതുവഴിക്കൊരു കടക്കാരനായി മാറാനും സാധ്യതയുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് കടക്കാരുണ്ട്. ഈ കടക്കാരുമായിട്ട് പലരുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കും. വിവിധ തുറകളിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 70-80% പേര് പറഞ്ഞ കാര്യം, അവരുടെ കയ്യിൽ അവരുടെ ഇപ്പോഴത്തെ ബാധ്യത വീട്ടാനുള്ള തുകയൊക്കെ ഏതെങ്കിലും തരത്തിലുണ്ട്, പക്ഷേ അതിലെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണ്. ചിലത് ചില വ്യക്തികളുടെ കയ്യിലായിരിക്കും, ചിലത് ചില സ്ഥാപനങ്ങൾക്കുള്ളിലായിരിക്കും, ചിലത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത എന്നാൽ അത് നിലവിലുണ്ടെന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികളിലായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ധനം നമ്മൾ തെറ്റായിട്ടുള്ള കൈകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് തിരികെ എടുക്കാനും പറ്റില്ല. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് ആരംഭിക്കുന്ന ഇതിൻ്റെ ശൃംഖല അങ്ങ് അകലങ്ങളിൽ, ചിലപ്പോൾ രാജ്യങ്ങൾ കടന്നിട്ട് വരെ നമ്മുടെ കയ്യിൽ ഇച്ചിരി പോകുന്ന കാശുകൾ, നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഭാവിയിലേക്ക് കരുതി വെച്ചിരിക്കുന്ന ഈ ധനത്തെ കടത്തിക്കൊണ്ടുപോകാനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം മുഖവും അവരുടെ എല്ലാം രീതിയെല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മളിത് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ ചോര നീരാക്കി വേർപ്പൊഴുക്കി അധ്വാനിച്ച നാളേക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ഉപകരിക്കേണ്ടെന്ന കാശ് മറ്റൊരാൾ കൊണ്ടുപോയിട്ട് അവരതുകൊണ്ട് സുഖിച്ച് കഴിയുന്നത് നമുക്ക് ഏതെങ്കിലും കടത്തിണ്ണയിലോ അല്ലെങ്കിൽ അതിനേക്കാളും ഗതികെട്ട സ്ഥലത്തു നിന്നോ നോക്കി കാണേണ്ടി വരും. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് കേൾക്കുക. അല്ലാതെ എനിക്കിതൊന്നും ബാധിക്കില്ല, ഞാൻ മിടുക്കനാണ് എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ താങ്കൾക്ക് ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്ത് പോവാം. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു തുറയിൽ വെച്ച് നമ്മളിത് അനുഭവിച്ചിട്ട് ഒടുവിൽ അന്ന് ആ കാര്യം കേൾക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ എന്തായാലും ഇതേക്കുറിച്ച് പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഇരപിടിയന്മാർ എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ ഇരപിടിയന്മാർ നമ്മുടെ ചുറ്റുപാട് ധാരാളമുണ്ട്. നമ്മുടെ സുഹൃത്തായിട്ട് കാണും, നമ്മുടെ ബന്ധുവായിട്ട് കാണും, നമ്മുടെ അയൽവാസിയായിട്ട് കാണും. അങ്ങനെ പല രൂപത്തിൽ ഇവർ കാണും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവരൊരു ദിവസം നമ്മളെ സമീപിച്ചിട്ട് ഒരു ചെറിയ തുക കടം ചോദിക്കും. നമ്മൾ ആ തുക കൊടുക്കും. അയാൾ പറയും, എൻ്റെ കയ്യിൽ കുറച്ച് കാശിന് ടൈറ്റായതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചത്, ഞാൻ ഇന്ന ഡേറ്റിൽ തരാം. തൊട്ടടുത്തുള്ളൊരു ഡേറ്റ് ആയിരിക്കും പറയുക. നമ്മൾ ശരിയെന്ന് പറയും. പക്ഷെ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ 2-3 ദിവസം മുമ്പ് ഇദ്ദേഹം കൊണ്ടുവന്ന് തരും. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് കുറച്ചുകൂടി കൂടിയ തുക ചോദിക്കും. അപ്പോൾ നമുക്ക് ചെറിയ വിമിട്ടം ഉണ്ടാവും. എങ്കിലും ഒരിക്കൽ ഇയാൾ കൃത്യസമയത്തിന് മുമ്പ് തന്നെ തിരിച്ച് തന്നേയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കും. ഈ ആൾ ഇത് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അന്നേരം ഒരു ടൈം പറയും. ആ ടൈമിന് തൊട്ട് മുമ്പ് തന്നെ കൊണ്ടുവരും. ചിലപ്പോൾ കൊണ്ടുവരുമ്പം അതാ ഇത്രയും ദിവസം ഞാൻ വെച്ചിരുന്നതിൽ ഇതാ ഈ പലിശയും കൂടെ ഞാൻ തരാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. ചിലർ ആ പലിശ മേടിക്കും, ചിലർ പറയും വേണ്ട വച്ചേക്ക്, ഇത്ര ദിവസത്തേക്കല്ലേ ഞാനത് സഹായിച്ചതല്ലേ എന്നൊക്കെ പറയും. അയാൾ വളരെ നല്ലൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെ പല ആവൃത്തി ഇവരിങ്ങനെ നമ്മളിൽ നിന്ന് മേടിക്കും, കൃത്യസമയത്ത് തന്നെ തിരികെ തരികയും ചെയ്യും. നമ്മൾ പറഞ്ഞതിനേക്കാളും മുന്നേ നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. അത്രയ്ക്ക് കൃത്യതയായിരിക്കും ഇവരുടേത്. എന്നാൽ ഒരു ദിവസം ഇവർ നല്ലൊരു തുക, കൂടിയൊരു തുക നമ്മളടുത്ത് ചോദിക്കും. പല ആവർത്തിയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിൽക്കുകയാണ്. ഇവർ വാങ്ങിച്ച് തിരിച്ചു തരുന്ന കൂട്ടത്തിലുള്ള ആളാണെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ വലിയ തുക കൊടുക്കും. ഈ വലിയ തുക മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വട്ടം അവിടെ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടില്ല. ചിലപ്പോൾ ആൾ തന്നെ നാട്ടിൽ നിന്ന് മാറിപ്പോയേക്കാം. ചിലപ്പോൾ നമ്മൾ കൂടുതൽ തവണ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ തരാത്തത്, ഉള്ളപ്പോഴല്ലേ ഞാൻ തന്നതല്ലേ എന്നൊക്കെ ഇവർ ചോദിക്കും. ചിലരാട്ടെ ആത്മഹത്യാ ഭീഷണി അങ്ങോട്ട് തുടങ്ങും. നിങ്ങളിങ്ങനെ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല, ഞാൻ കുറേയധികം പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, തരാം, പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. ഇങ്ങനെയുള്ള വാചകങ്ങൾ കേട്ടിട്ടില്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. കാര്യം നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും സമയത്തിലൊക്കെ ഇത്തരം കെണികളിൽ ചിലപ്പോൾ കുടുങ്ങിപ്പോയേക്കാം. ചെറിയ തുകയാണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം, നമ്മുടെ കയ്യിലുള്ളൊരു തുകയല്ലേ കൊടുത്ത് സഹായിച്ചതല്ലേ, അത് പോട്ടെ എന്ന് പറയാം. പക്ഷേ വലിയൊരു തുകയാണെങ്കിലോ നമ്മൾ പെട്ടുപോകും. ഇങ്ങനെ കടക്കണിയിലായിപ്പോയ പലരുടെയും കൂടെ സംസാരിക്കുമ്പോൾ അവർ വലിയ വലിയ തുക ഇങ്ങനെ ഒരു സഹായം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് പെട്ടുപോയതായിട്ട് കണ്ടിട്ടുണ്ട്.
ഇതിൽ ജെന്യൂനായിട്ടുള്ള ചില കേസുണ്ട്. ഒരു അത്യാവശ്യമായിട്ട് വന്ന് ചോദിച്ചു, അവർക്ക് തിരികെ തരാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളവരൊക്കെ ഉണ്ടാവാം. അവരെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഇത് കെണിയിൽപ്പെടുത്താൻ വേണ്ടി ഇതൊരു സ്ഥിരശീലമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പണം കൊടുക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ഒരാളാകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരികെ കിട്ടിയിട്ട് വളരെ അത്യാവശ്യമൊന്നും ഇല്ലാത്തൊരു തുക ആണെങ്കിൽ മാത്രം ഈ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഉപകരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു തുകയൊക്കെ എടുത്ത് കൊടുത്ത്, അല്ലെങ്കിൽ ആരെന്തെങ്കിലുമൊക്കെ മറിച്ചു കൊടുത്തിട്ട് അവസാനം പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ പെട്ടുപോയവർ ധാരാളമുണ്ട്. ഇത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് ഇരയിട്ട് മീൻ പിടിക്കുന്നവരാണ്. ഇവരുടെ ഒരു പ്രത്യേകത, അവർ വലിയൊരു നന്മമരത്തെ പോലെ ആയിരിക്കും കാണപ്പെടുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സഹായിക്കാൻ വരും. നമുക്ക് ചെറിയ തുകയൊക്കെ ഇവർ വേണമെങ്കിൽ കടം തന്ന് നമ്മെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നല്ല വിശാലമായിട്ടുള്ള ചിന്താഗതി, മനസ്ഥിതിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവർ. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ലോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവർ പറയും, നീ പോയി എടുത്തോ, നിൻ്റെ വീട് ഇങ്ങനെ ചോർന്നൊലിക്കുകയല്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം, നീ ലോൺ എടുത്തോ, ഞാൻ ജാമ്യം നിന്ന് തരാന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മെ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു ചെറിയ ലോണൊക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി ജാമ്യം നിൽക്കും. നമ്മൾ ആ ലോണൊക്കെ അങ്ങോട്ട് അടച്ചു തീർക്കും. വളരെ ഭംഗിയായിട്ട് നമ്മൾ തമ്മിലുള്ള ആ സൗഹൃദം പോകും. ഇതിനിടയിലായിരിക്കും ഇയാൾ വരുന്നത്, അതെ എനിക്കൊരു അത്യാവശ്യം ഒരു കാര്യമുണ്ട്, നീ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ലോണിൻ്റെ പേപ്പറൊക്കെ ആയിട്ട് വരും. തൊട്ട് മുമ്പേ നമ്മുടെ ലോണിന് ഒപ്പിട്ടൊക്കെ തന്നിട്ടുള്ള ആളല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ തുകയൊക്കെ തന്ന് നമ്മളെ പല ഘട്ടങ്ങളിൽ സഹായിച്ച ആളല്ലേ, നമുക്ക് ഒപ്പിട്ട് കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. കാര്യം അദ്ദേഹം നമുക്ക് അപ്പോഴത്തേക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ഇദ്ദേഹം ജാമ്യം നിൽക്കാൻ പറയുന്ന തുക ചിലപ്പോൾ വളരെ കൂടിയതായിരിക്കും. എങ്കിലും നമ്മളത് വലിയതായിട്ട് മൈൻഡ് ചെയ്യില്ല. കാര്യം അദ്ദേഹത്തിന് അത് തിരിച്ചടയ്ക്കാനൊക്കെ ഉള്ള ആസ്തിയുണ്ട് എന്ന് നമ്മളൊന്ന് ധരിച്ചു വയ്ക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ട്രാപ്പിലായി പോകുന്നത്. ഇദ്ദേഹം ഈ വലിയ ലോൺ എടുത്തിട്ട് ഇത് തിരിച്ചടക്കില്ല. നമ്മുടെ ആൾ ജാമ്യമോ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം പ്രശ്നത്തിലാവും, നമ്മളാകെ കുരുക്കിലാവും. നമ്മൾ ഇവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൈമലർത്ത്, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചടയ്ക്കാത്തതെന്നൊക്കെ പറയും. ഇങ്ങനെയും കുറേ പേര് സാമ്പത്തിക പ്രയാസത്തിൽ കുടുങ്ങി ജീവിതത്തിൽ പല ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ ഒരാൾ ഇങ്ങോട്ട് സഹായിക്കാൻ വരുമ്പം അയാൾ ഈ സഹായിക്കാൻ പോകുന്ന നല്ല മനസ്സുകൊണ്ടാണോ, അയാളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ചിന്താഗതികളുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് തിരക്കണം. നാട്ടിൽ കുറച്ച് പേരെടുത്തൊക്കെ ഒന്നൊന്ന് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് തിരക്കി നോക്കുമ്പോൾ തന്നെ ഒരു അറിവ് കിട്ടും ഇയാളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്. അത് അനുസരിച്ച് മാത്രമേ പെരുമാറാവൂ. ചിലപ്പം നന്മയുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർ നമ്മളെ സഹായിക്കുന്ന ജെന്യൂനായിരിക്കും. ഇങ്ങനെ തട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു ട്രാപ്പിൽ കുടുങ്ങാതിരിക്കേണ്ട ആവശ്യത നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും. ഇനി മൂന്നാമത്തത്, കൂട്ട് ബിസിനസ് പ്ലാനുകളുമായിട്ട് വരുന്നവരുണ്ട്. ആ ആളെ കാണുമ്പോൾ അയാൾ കുറേ ഐഡിയകളുള്ള വ്യക്തിയാണ്, വളരെ ചുറുചുറുക്കുള്ള വ്യക്തിയാണെന്നൊക്കെ നമുക്ക് തോന്നും. എന്നിട്ട് അയാൾ കുറേ ബിസിനസ് ഐഡിയ ഒക്കെ പറയും. നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടായിരിക്കും, ഇതെല്ലാം അയാൾക്ക് അറിയായിരിക്കും. അയാൾ ബിസിനസ് ഐഡിയകളൊക്കെ ഒരുപാട് പറയുമ്പോൾ നമുക്കിതിൽ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ നമ്മൾ പറയും ഈ ഐഡിയയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറയും. മറ്റേ പറയും എൻ്റെ കയ്യിൽ ആളായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവേ ഉള്ളൂ, പക്ഷെ എൻ്റെ കാശൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയും കുഴപ്പമില്ല, നിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി, ബാക്കി ഫണ്ടൊക്കെ ഞാൻ ഇട്ടോളാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കും. കാര്യം അയാളുടെ കയ്യിൽ നല്ല ഐഡിയകളുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ വ്യക്തി ബിസിനസ് തുടങ്ങിക്കഴിയുമ്പം ഇയാൾ പതിയെ പതിയെ അതിൽ നിന്ന് മണി എടുക്കുന്നതല്ലാതെ അയാൾക്ക് വലുതായിട്ട് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. കാര്യം എന്താണ്, ഇയാൾ വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്തിട്ടില്ല, അയാളുടെ നഷ്ടപ്പെട്ടാൽ അയാൾക്ക് പൈസയൊന്നും പോകുന്നില്ല. ആ രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഇയാളെ പിരിച്ചുവിടാനും നമുക്ക് പറ്റില്ല. കാര്യം ഈ ബിസിനസ്സിൻ്റെ രീതികളൊന്നും നമുക്ക് വലിയ പിടിയില്ല. ഇവനെ വിശ്വസിച്ചിട്ടാണ്, ഇവനെ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഇവനോടൊപ്പം 1-2 പേര് കാണും, അവരെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് പൈസ അതിലേക്ക് മുടക്കാൻ ഇറങ്ങി തിരിച്ചത്. ഒടുവിൽ ഇവരുമായിട്ട് തെറ്റിപ്പിരിയെ ഇവരെ കടന്നു പോകുന്നതോടുകൂടി നമ്മളെ വേറെ ആരെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ഈ ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ അപ്പോഴത്തേക്കും പദ്ധതിയല്ല 90% പാളിയിരിക്കും. ചിലർ 1-2 പേരൊക്കെ രക്ഷപ്പെട്ടു പോയേക്കാം, ഇതിൽ നിന്ന് പഠിച്ചെടുത്തവർ. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നും ബിസിനസ് പാളിപ്പോയേക്കാം. അതോടുകൂടി അത്രയും കാലം സമ്പാദിച്ചു വെച്ച തുകയെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പദ്ധതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഒരു ആവേശത്തിൻ്റെ പുറത്തൊന്നും നമ്മളെടുത്ത് ചാടിയേക്കരുത്. നമ്മളിപ്പോൾ ഒരു കൂട്ട് ബിസിനസ്സായിട്ട് നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തുല്യമായിട്ടുള്ള ഷെയർ നമ്മൾ ഇട്ട് തന്നെ ആ കൂട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കണം.
അല്ലെങ്കിൽ ഒരാൾക്ക് ചെറിയൊരു തുച്ഛമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂവെങ്കിലും ചിലപ്പോൾ അയാൾക്ക് ആ ബിസിനസ്സിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ നിന്ന് പോയാൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് നല്ല സാലറിയൊക്കെ കിട്ടണം, ഇതിൽ നിന്നുള്ള ലാഭം എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടും പോലെ തന്നെ തനിക്കും കിട്ടണം, തൻ്റെ ഐഡിയ ആണെന്നൊക്കെ ഇയാൾ വാദഗതികളൊക്കെ ഉന്നയിച്ചേക്കാം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കരുതൽ വേണം. നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ തന്നെ ഒരുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരെ കൂടുതൽ കണ്ടെത്തണം. ഇനി ഒരാളുടെ ഐഡിയ മാത്രമാണ് അയാളെ സ്വീകരിക്കാം, പക്ഷെ അയാൾക്ക് ഇത്ര ശതമാനം ശമ്പളം എന്നുള്ള നിലയിലായിരിക്കും, ഈ ലാഭത്തിൻ്റെ ഇത്ര ശതമാനം ശമ്പളം എന്നുള്ള നിലയിലായിരിക്കും കൊടുക്കുക. ആ പദ്ധതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ബൈലോ എല്ലാം തയ്യാറാക്കി അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. ഇല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളെ ബിസിനസ് പൊളിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നാലാമത്തത് ഈ മൾട്ടി മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായിട്ട് സമീപിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ കൂണ് പോലെ ഈ മൾട്ടി മാർക്കറ്റിംഗ് ബിസിനസ്സുകളൊക്കെ ഉയർന്നു വരും. ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് പടർന്നു പിടിക്കും, കുറേ പേരുടെ കാശും കൊണ്ട് അവർ പോകും. പിന്നെ കുറച്ച് കാലത്തേക്ക് ഇവരെ കാണാനില്ല. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ വരും, കുറേ പേരുടെ കാശും കൊണ്ട് ഇവർ കടന്നു പോകും. ഇങ്ങനെ ഇവിടെ എത്രയോ കാലമായിട്ട് ഈ മാഞ്ചിയം, തേക്ക്, ആട് എന്നൊക്കെ പറഞ്ഞിട്ട് പദ്ധതികൾ മുതൽ ഇങ്ങേയറ്റത്ത് ഇപ്പം സൂപ്പർ മാർക്കറ്റ് ഷോപ്പുകളൊക്കെ നടത്തി അങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് പേരുടെ കാശ് പോയ ചരിത്രം ഉണ്ടല്ലോ. പക്ഷെ പലപ്പോഴും ഈ MLM പദ്ധതിയിൽ ചേരുന്ന ആൾക്കാർക്ക് ഈ മുകളിലിരിക്കുന്ന ആൾക്കാരുടെ മോട്ടിവേഷൻസൊക്കെ കേൾക്കുമ്പം തങ്ങൾ വഞ്ചിക്കപ്പെടുന്ന കാര്യം, ഇത് വഞ്ചിക്കപ്പെട്ട് ആ പൈസയെല്ലാം ബ്ലോക്കായി പോയാൽ പോലും അവരറിയില്ല. അവർ വിചാരിക്കും നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടുമെന്ന്. ഈ അടുത്ത കാലത്ത് വലിയൊരു തട്ടിപ്പ് നടത്തിയ അതേ ടീം ഏതാനും മാസങ്ങൾക്ക് ശേഷം വേറൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് 60-70 കോടി രൂപ തട്ടിച്ചുകൊണ്ട് പോയ കാര്യം നമുക്കറിയാം. ഒന്നാമത്തെ കേസ് 6-7 മാസത്തിന് മുമ്പ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് മേടിച്ചവരാണ്. അത് കഴിഞ്ഞിട്ട് അത് കേസും വഴക്കുകളായപ്പോൾ അതൊന്ന് സ്റ്റോപ്പായിട്ട് അവരിൽ നിന്ന് പിരിഞ്ഞ വേറെ ടീം കുറേയധികം കാശ് തട്ടിക്കൊണ്ടുപോയതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരം പദ്ധതികളിൽ ഒന്നും അറിഞ്ഞാൽ എന്ത് ബിസിനസ് ഏത് ബിസിനസ് എന്ന് അറിയാതെ എന്താ മുകളിലുള്ളവർക്ക് ഇത്രയും രൂപ കിട്ടി അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടും എന്ന് പറയുന്ന വാക്കുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് കിട്ടി, എന്താ വാലറ്റിൽ കൂടെ പൈസ വന്നു എന്നൊക്കെ കേട്ടിട്ട് ഇത്തരം MLM പദ്ധതികളിലൊക്കെ എടുത്ത് ചാടും. അവർക്ക് ലാഭം മാത്രം മതി. അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങളിപ്പം ഇത്തരം പദ്ധതികൾ ചാടുമ്പോൾ ആ പദ്ധതിയിലൂടെ ഇവർ നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ തരുന്നത് എന്നുള്ളൊരു സാധാരണ ധാരണ നിങ്ങൾക്കുണ്ടാവണം. ഇതിൽ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരിലേക്ക് കുറേ അധികം ഫണ്ട് വരുന്നു, അതെടുത്ത് അവർ ഓരോരുത്തർക്ക് കുറച്ച് വീതിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെ ആൾക്കാർക്ക് കിട്ടിത്തുടങ്ങുമ്പം അവർ കൂടുതലായിട്ടുള്ള ഫണ്ട് അതിലേക്ക് കൊണ്ടിടും. അതിനനുസരിച്ച് കളക്ട് ചെയ്യുന്ന ടീം നിങ്ങൾക്കൊരു ചെറിയ ലാഭവിഹിതം അതിൽ നിന്ന് ആ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന തുകയെ വീതിച്ച് കൊടുത്തുകൊണ്ടിരിക്കും, അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് ഇവർക്ക് ഇത് ഒരു നിയന്ത്രണത്തിന് അപ്പുറം പെരുകി കഴിയുമ്പം ഇവർ കയ്യിലിരിക്കുന്ന കാശുമായിട്ട് കടന്നു കളയും. അതാണ് ഇവിടെ ബഹുഭൂരിപക്ഷം കാര്യത്തിലും കാണുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും പുതിയ പദ്ധതികളിലേക്കൊക്കെ ആൾക്കാർ ചെന്ന് ചാടും. ഇതിൻ്റെ സോഴ്സ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തത് ഒന്നും അറിയില്ല. അങ്ങനെയാണല്ലോ ഓരോ ഘട്ടത്തിലും MLM പദ്ധതികൾ പൊളിഞ്ഞു പോകുന്നത്. പക്ഷേ ഒരു തകർച്ച കഴിഞ്ഞിട്ട് വേറെ പദ്ധതിയായിട്ട് വരുമ്പോൾ പറയും, ഇത് പഴയ MLM മോഡലൊന്നുമില്ല, ഇത് വേറെ മോഡൽ, ഇതിൻ്റെ ബിസിനസ് രീതികൾ വേറെയാണ്. ഈ എക്സിക്യൂട്ടീവായിട്ട് വരുന്നവൻ വളരെ ചടുലമായ വാക്കുകൾ, അവരുടെ സെമിനാറുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പം ഈ വരുന്ന ആൾ, പൈസ ഇടാൻ പോകുന്ന ആൾ പോക്കറ്റിലുള്ള പൈസ മാത്രമല്ല അയൽക്കാരൻ്റെ കൂടെ മേടിച്ചിട്ടു പോകും. അങ്ങനെയുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിൽ തട്ടിപ്പിന് ഇരയായവർ എല്ലാം പുറത്ത് പറയുന്നില്ല കേട്ടോ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും കൊടുക്കുന്ന പണത്തിന് വലിയ സ്രോതസ്സൊന്നും ഇവർക്ക് കാണിക്കാനൊന്നും ഉണ്ടാവില്ല. പോലീസിൽ പരാതിയായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതിന്മേൽ ഈ പൈസ എവിടെ നിന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് കയ്യിലുള്ള കാശ് പോയിട്ട് അന്തം വിട്ടിരിക്കാനേ പറ്റുള്ളൂ. ഇനി കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചധികം പേര് കേസൊക്കെ കൊടുത്തേക്കും. അവർക്ക് നഷ്ടപരിഹാരം കുറച്ചൊക്കെ കൊടുത്തൊക്കെ ഈ കമ്പനി അതിൻ്റെ ലീഡേഴ്സൊക്കെ സെറ്റിൽമെൻറ്റ് വരുത്തും. അതാണ് പൊതുവിൽ കാണുന്നത്. എന്നിട്ട് അവർ അടുത്ത തട്ടിപ്പുമായിട്ട് ഇറങ്ങും. അപ്പോൾ ഇത്തരം MLM പദ്ധതികളിലൊക്കെ ചെന്ന് തലവയ്ക്കുമ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തൊന്നാണ്, നമുക്കറിയാത്തൊരു പദ്ധതിയാണ് ഇവർ വന്ന് പറയുന്നത്. എന്തെങ്കിലും സ്കീം, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ലാൻഡ് മേടിച്ചിട്ടിട്ടുണ്ട്, അതിൽ ഞങ്ങൾ കൃഷി ഇറക്കുക, ആ കൃഷി ഇറക്കിയിട്ട് കുറേ ലാഭം തരും. അല്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു ഹൗസിംഗ് പ്രോപ്പർട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ലാഭം തരും, നിങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി, നിങ്ങൾ മറ്റൊരു കാര്യമൊന്നും അറിയണ്ട, ഞങ്ങൾ ബിൽഡേഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പദ്ധതികളായിട്ട് ചിലർ വരും. നിങ്ങൾക്ക് അതിൻ്റെ ഷെയറാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വരും. ഇതിൽ ജെന്യൂൻ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഷെയറൊക്കെ നമുക്ക് മേടിച്ചിട്ട്
വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലാഭനഷ്ടങ്ങളെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നുമില്ല, നമുക്കൊരു ലീഗലായിട്ടുള്ള രേഖയൊന്നുമില്ല. ഇവരുടെ വർണ്ണാഭമായ ബ്രൗഷേഴ്സും മറ്റുമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ പരിചയക്കാരോ മറ്റുമൊക്കെ എക്സിക്യൂട്ടീവായിട്ട് വരുന്ന ആൾക്കാരും മാത്രമേ നമുക്ക് പരിചയം ഉണ്ടാവൂ. അങ്ങനെയുള്ള പദ്ധതികളിലൊക്കെ ചെന്ന് തലവയ്ക്കുന്നവർക്കും മിക്കവാറും പണം പോയി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ആദ്യത്തെ 1-2 തവണയൊക്കെ നല്ലൊരു ഡിവിഡൻഡോ അല്ലെങ്കിൽ കുറച്ച് ലാഭം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു എന്ന് വന്നേക്കാം. ഇത് കണ്ടിട്ടായിരിക്കും കൂടുതൽ തുക നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത്. ഒടുവിൽ ഇതെല്ലാം നഷ്ടമാണെന്ന് കാണിച്ചിട്ട് അവർ കടന്നു പോവുകയും ചെയ്യും. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശെല്ലാം തീരുകയും ചെയ്യും. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി 6ാമത്തെ കാര്യം, സ്വന്തം ബന്ധുക്കളെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരെയൊക്കെ സഹായിച്ച് പെട്ടുപോകുന്നവരുടെ കാര്യമാണ്. അതായത് ഇവർ കുറച്ച് കാശ് സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ വിവാഹത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ കരുതി വെച്ചേക്കും. അത് പല ആവർത്തിയായിട്ട് ഇങ്ങനെ അവർ സംഭരിച്ച് ഒരു നല്ല തുകയൊക്കെ ആക്കി വെക്കും. അപ്പോൾ കുട്ടിക്ക് ഒരു 14-15 വയസ്സൊക്കെ ആവുള്ളൂ. ആ കുട്ടിയുടെ കല്യാണത്തിന് ഇനി കുറേ സമയമുണ്ട്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഇനി സമയമൊക്കെ ഉണ്ട് എന്നുള്ളൊരു നിലയിൽ അവർ സേഫ് സോണിലായിരിക്കും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു അനിയൻ അല്ലെങ്കിൽ വേറെ ആരോ ആവട്ടെ അങ്ങനെ ഒരു ബന്ധു വന്നിട്ട് പറയണം, അതെ എൻ്റെ മോളുടെ കല്യാണം ഇത് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസമാണ് കല്യാണം. ഞാൻ എവിടെ നോക്കിയിട്ട് എനിക്ക് പൈസയൊന്നും മറിഞ്ഞ് കിട്ടിയില്ല, എവിടെന്നെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ വരും. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ കുട്ടിക്ക് 16-17 വയസ്സായിട്ടുള്ളൂ. ഇനി 10-12 വർഷം കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ ഒന്ന് സഹായിച്ച് 1-2 വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ആ പണം തിരികെ മടക്കി തരാൻ പറ്റും. അങ്ങനെയാണ് കാര്യം. പുള്ളിക്കാരൻ പറഞ്ഞ ലോൺ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് പണം വരാത്തത് എന്നാണ് നമ്മുടെ അടുത്ത് ധരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ വസ്തു വിറ്റാൽ അല്ലെങ്കിൽ മറ്റിടത്തുനിന്ന് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എനിക്കിത് തിരിച്ചു തരും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തുക ഇപ്പം കൊടുത്ത് സഹായിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, എൻ്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്, അവരെന്നെ ചതിക്കുകയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ആ കല്യാണം ഒന്ന് മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് കൊടുക്കും. സ്വന്തം കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ പിന്നീടുള്ള ഫ്യൂച്ചറിലെ കാലത്തേക്കുള്ള കരുതലൊക്കെ ആയിരിക്കും ഈ എടുത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു, അവിടെ കല്യാണമോ മറ്റ് ചിലപ്പോൾ ഓപ്പറേഷൻ ആയിരിക്കും, എന്തോ കാര്യമാവട്ടെ അതങ്ങ് നടന്നു കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരു അനക്കമില്ല. ചെന്ന് ചോദിക്കുമ്പോഴാണ് അവർ ഓരോ കാര്യം പറഞ്ഞ് കൈമലർത്തുന്നത്. നമ്മൾ കൂടുതൽ ചോദിക്കാൻ ചെല്ലും തോറും ഇവർ ദേഷ്യപ്പെടും, ബന്ധുത്വമൊക്കെ മറന്നുള്ള സംസാരമാവും. നമ്മൾ വിചാരിക്കും നമ്മൾ ബന്ധുവല്ലേ, ഇവരിങ്ങനെയൊക്കെ പെരുമാറും. അവരവസാനം നമ്മളെ ഒരുതരം ശത്രുവിനെ പോലെ കാണാൻ തുടങ്ങും. കൊടുത്ത നമ്മൾ വിഡ്ഢിയായി മാറും. ഒരു കാരണവശാലും അത് തിരികെ കിട്ടില്ല, പിന്നെ കേസായി വഴക്കായും ആ പണം കിട്ടാനുള്ള സാധ്യതകൾ പരമാവധി അടഞ്ഞ് കിടക്കുക. പലപ്പോഴും അടുത്ത ബന്ധു ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു രേഖയൊന്നും എഴുതി വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എഴുതി വാങ്ങിക്കുന്നതൊക്കെ മോശമല്ലേ എന്നൊക്കെ ആരെങ്കിലും പറയും. വീട്ടിനകത്ത് നിന്ന് തന്നെ സംസാരം ഉണ്ടായിരിക്കും. അങ്ങനെ ആ പൈസ അവിടെ ലോക്കായി പോകും. നമ്മൾ വലിയൊരു സാമ്പത്തിക ഭാരത്തിലേക്ക് ചെന്നപ്പെടുകയും ചെയ്യും. ഇനി 7ാമത്തെ ഒരു കാര്യമാണ്, അത് റയറാണ് എങ്കിലും ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ കല്യാണ സമയത്ത് പെൺകുട്ടിക്ക് ഒരുപാട് ആഭരണമൊക്കെ ഇട്ട് വിടണമെന്ന് പല വീട്ടുകാർക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഭരണമൊക്കെ ഇട്ട് പെൺകുട്ടിയെ വിട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഈ ആഭരണമൊക്കെ ഇത്രയും തുകയ്ക്കൊക്കെ മേടിച്ച് അപ്പോൾ കടം മറിച്ച് അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ചൊക്കെ ആയിരിക്കും ചെയ്തത്. അപ്പം അവസാനം വീട്ടുകാർക്ക് കുറേ ബാധ്യതകൾ വരും. അങ്ങനെ മോളുടെ അടുത്ത് പറയും, മോളെ ഇങ്ങനെ ഒരു ബാധ്യതയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ മോള് പറയും, അമ്മ ഇവിടെ കുറച്ച് ആഭരണം ഇരിക്കണം, ഞാൻ അതെടുത്ത് ഇങ്ങ് തരാൻ തൽക്കാലം അമ്മ കൊണ്ട് അതൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറയും. പിന്നീട് ഇവർ വിളിച്ചു വയ്ക്കും, മോളെ അല്ലെങ്കിൽ ആ ആഭരണമൊക്കെ ഇങ്ങ് ഞാൻ കൊണ്ടുപോയി ഒന്ന് ഏതാനും ദിവസം കഴിഞ്ഞിട്ട് എടുത്തു തരാം അല്ലെങ്കിൽ ഏതാനും മാസം കഴിഞ്ഞിട്ട് എടുത്തു തരാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. പലപ്പോഴും ഈ പെൺകുട്ടി ഭർത്താവിനോട് അധികം ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല, ഇവർ സ്വന്തം അച്ഛനും അമ്മയൊക്കെ അല്ലേ പെട്ടെന്ന് എടുത്ത് കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഈ കുറച്ച് പൈസയോ കുറച്ച് ആഭരണമൊക്കെ എടുത്ത് ഇവർക്ക് കൊടുക്കും. പക്ഷേ ഈ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കോ ഇങ്ങനെ ആഭരണം മേടിച്ച ആൾക്കാർക്ക് ഇത് സമയത്തിനടുത്ത് തിരികെ കൊടുക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും, സാമ്പത്തികപരമായിട്ടുള്ള ഈ കുട്ടിയെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികപരമായിട്ടേറെ വിഷയങ്ങൾ അവർക്ക് വന്നു കൂടിയിട്ടായിരിക്കും ഇത് സംഭവിക്കുക. അങ്ങനെ അവസാനം ഈ ഭർത്താവിനെ അറിയാതെ വീട്ടുകാരൊക്കെ അറിയാതെ എടുത്ത് കൊടുത്ത് ഈ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ആകെ അവതാളത്തിലായി പോകാറുണ്ട്. ഇതൊക്കെ വീട്ടുകാരൊക്കെ അറിയുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നമാവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവും. ചിലപ്പോൾ ഈ പുരുഷൻ്റെ വീട്ടുകാരെ സ്ത്രീധനം ചോദിച്ചു എന്ന് പറഞ്ഞ് കേസാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇതിനെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്തായാലും ശരി, ഇപ്പോൾ ഈ ആഭരണം നിങ്ങൾക്ക് കൊടുക്കാനോ വാങ്ങിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ താല്പര്യമാണ്. പക്ഷേ അതിനൊരു ലീഗലി ആയിട്ടുള്ള ഇത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, സ്വന്തം അച്ഛനമ്മയായിട്ടോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിലും
അതിന് കൃത്യമായി രേഖയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പം അച്ഛനും അമ്മയാണ് കൊണ്ടുപോയത്, എനിക്കൊരു കുഴപ്പമില്ല, ഈ വന്ന മരുമകൻ പറയണം നിൻ്റെ അച്ഛനും അമ്മയൊക്കെയല്ലേ കൊടുത്തത്, നമുക്കെന്താ, നീ നിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ സാധനം അവർക്ക് കൊടുത്തു, എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനെയുള്ളൊരു കാര്യത്തിലാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ എന്നെ സമീപിച്ചിട്ടുള്ള പല പെൺകുട്ടികളും പറയുന്നത് സാറേ അതെന്തെങ്കിലും തരത്തിൽ അതൊന്ന് തിരിച്ചെടുക്കാൻ പറ്റും, അമ്മയടുത്ത് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ കൈമലർത്തി കാണിക്കുന്നു, ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന ഉടനെ വീട് പണി തുടങ്ങണം, അപ്പോൾ ഈ ആഭരണവും കൂടി എടുത്ത് വച്ചിട്ടാണ് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ആ വീട് പണി ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഭർത്താവ് പറഞ്ഞത്. ഞാനിതൊരിക്കും ഭർത്താവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയിട്ട് പറയാനും പറ്റില്ല, ഞാൻ ആകെ കൂടി ധർമ്മസങ്കടത്തിലാണ് എന്നുള്ള രീതിയിലാണ് പല പെൺകുട്ടികളും സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സംസാരിച്ചു പോയി ഇത് തന്നെ വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പരസ്പരമുള്ള ധാരണകളെ തെറ്റിക്കുന്ന കാര്യമാണ്. ഇത് കുടുംബ ജീവിതത്തിനെ തകരാറിലാക്കും, ഒപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക നിലയും അധപ്പതിപ്പിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനി 8ാമത്തെ കാര്യം, വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന രീതിയാണ്. ഇപ്പം പലർക്കും വിദേശ രാജ്യത്തേക്ക് പോകാൻ വളരെ താല്പര്യമാണ്. ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളൊന്നും പോരാ, അല്ലെങ്കിൽ ഇവിടുത്തേക്കാളും മെച്ചപ്പെട്ട തൊഴിൽ മേടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പലയിടത്തും കൊണ്ടുവന്ന് ധനം കൊടുക്കാറുണ്ട്. കുറേയധികം ധനം പല ഘട്ടങ്ങളിലേക്ക് മേടിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ മേടിച്ചു വെച്ചിട്ട് പണം തിരികെ കൊടുക്കാതെ അങ്ങനെയൊക്കെ ഒരുപാട് പേരെ പറ്റിക്കാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ ആർക്കെങ്കിലും കൊണ്ടുപോയി പണമൊന്നും കൊടുത്തേക്കരുത്. നിങ്ങളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം തരപ്പെടുത്തി തരുന്ന ആൾക്കാർ ജെന്യൂനാണോ എന്ന് നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം നിങ്ങളുടെ പണമൊക്കെ കൊടുക്കാൻ. ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾ പണം കൊടുക്കും, ചിലപ്പം ചിലരൊക്കെ കടത്തി വിടും, മറ്റൊരു രാജ്യത്ത് കൊണ്ടു ചെല്ലും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ജോലിയൊന്ന്, ഇവിടെ കിട്ടിയിരിക്കുന്ന ജോലി വേറൊന്ന്, അല്ലെങ്കിൽ അവിടെ ജോലിയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങി പോകുന്നവരുണ്ട്. അപ്പം ഈ പണം ഇങ്ങനെ കൈമാറ്റമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വസനീയമായിട്ട്, ഒരുപാട് പേർക്ക് ഇതിൻ്റെ മേലെ വിശ്വാസമുള്ള ഏജൻസികളെ മാത്രം നിങ്ങൾ എടുക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് വലിയ വിഷയങ്ങളിലേക്ക് നിങ്ങളിത് മൂലം ചെന്നപ്പെടും. മാത്രമല്ല നിങ്ങളുടെ ജീവിതം തന്നെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ ഇത് കാരണമാകും. 9ാമത്തെ കാര്യം, തൊഴിലിന് വേണ്ടി പണം കൊടുക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ നാട്ടിൽ പലതരം സഹകരണ സംഘങ്ങൾ അങ്ങനെയൊക്കെയുള്ള മാനേജ്മെൻറ്റ് ഇതിലൊക്കെ ചിലർ തൊഴിലിന് വേണ്ടി കൊണ്ടുവന്ന് പണം കൊടുക്കും. നേരത്തെ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണിത്. ഇത് ചിലപ്പോൾ മിക്കവാറും എത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ഒരു പൗരപ്രമുഖൻ്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളിൻ്റെ കയ്യിലായിരിക്കും. ഇതിന് വലിയ ലീഗലായിട്ടുള്ള ഒരു ഇതൊന്നും എഴുതി മേടിച്ചിട്ടൊന്നും അല്ലായിരിക്കും ഈ പൈസ കൊടുക്കുന്നത്. തൊഴിൽ അടുത്ത മാസം തരും, അല്ലെങ്കിൽ അടുത്ത ഇയറിൽ തരും, ഇയർ എൻഡിൽ തരും എന്നൊക്കെ പറഞ്ഞ് ഈ പണം മേടിച്ചു വെച്ചിട്ട് അവരൊന്നും ചെയ്യുകയില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും വേക്കൻസി വന്നില്ല, ഒഴിവായിട്ടില്ല എന്നൊക്കെയുള്ള മറുപടി പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അത് ചിലർക്കാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇവർ പണം തിരികെ കൊടുത്തു എന്നൊക്കെ, ഹാഫോ അല്ലെങ്കിൽ മുക്കാലോ ഒക്കെ ആയിട്ട് പണം തിരികെ കൊടുത്തു എന്നൊക്കെ വന്നേക്കും. സമ്മർദ്ദം കൂടുതൽ ചെല്ലും തോറും ഒട്ടുമിക്കവർക്കും ജോലിയും കിട്ടില്ല, പണവും കിട്ടില്ല എന്നുള്ളൊരു തരത്തിലാണ് വന്നുകൂടുന്നത്. മാത്രമല്ല ഈ 5-6 വർഷം ഒരു വ്യക്തിയുടെ കയ്യിൽ പണം കൊടുത്തേക്കുമ്പം അതിനുമേൽ എത്ര പലിശ ഉണ്ടാക്കി കാണും അയാൾ അത് കയ്യിൽ വെച്ചിട്ട്, അയാളുടെ പല കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ തട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കയ്യിൽ കാശ് കൊണ്ടുവന്ന് കൊടുക്കുക എന്നതും വളരെ ശ്രദ്ധിച്ചു വേണം. കാര്യം അങ്ങനെയും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിട്ട് ഉഴറി നടക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ മുന്നിലുണ്ട്. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലെ ധനം മറ്റൊരാളുടെ കൈവശം ചെന്ന് ചേർന്നിട്ട് നമ്മൾ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽപ്പെടുന്ന കാര്യങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ വന്നു കൂടാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നമ്മൾ സാമ്പത്തിക കെണിയിൽ പെടാതിരിക്കാനുള്ള കാരണങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ 9 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ശരിയായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത്തരം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നാളെ ഒരു കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം നിങ്ങൾക്ക് വന്നുകൂടില്ല. ഒരു മനുഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി കൂടുവാൻ വളരെ കാരണങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, 70-80% പേർക്കും അവരുടെ പൈസ മറ്റൊരാളുടെ കയ്യിൽ നിൽക്കുന്നതാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് അവരുടെ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു കിട്ടും. അത് ഇങ്ങനെയൊക്കെയുള്ള കാരണത്തിലൂടെയാണ് ഈ ആൾക്കാർക്കെല്ലാം പണം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. നിങ്ങൾക്കും ഇങ്ങനെ പണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ വീഡിയോ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല മറ്റേതെങ്കിലും തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ അതും നിങ്ങൾ ഇതിൻ്റെ കീഴെ പറയണം. അപ്പോൾ മറ്റൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ ബായ്.